നമസ്കാരം. കൃഷിദർശൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ കോഴിക്കോട് മഹാനഗരം, സാമൂതിരിമാരുടെയും കോവിലകങ്ങളുടെയും നാട്, കേരളപ്പഴമയുടെ ചരിത്രമുറങ്ങുന്ന നഗരം. കാലമെത്ര കഴിഞ്ഞാലും വാസ്കോഡി ഗാമ വന്നിറങ്ങിയ ഈ കടൽ തീരവും ഓളങ്ങളും മലയാളിയുടെ സ്മൃതിരേഖയിൽ നിന്നും മായത്തിന് വേദിയാവുകയാണ്. സംസ്ഥാന കൃഷിവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കൈകോർത്ത് സംഘടിപ്പിക്കുന്ന കർഷകരുടെ സംഗമം. കോഴിക്കോടിന്റെ മണ്ണിൽ കേരളപ്പഴമയുടെ ഹൃദയ താളമുണ്ട്. ചരിത്രം മാറ്റിമറിച്ച പോരാട്ടഭൂമിയുടെ നിറമങ്ങാത്ത ഓർമ്മകൾ അവിടെ എന്നും കൊടിപിടിക്കുന്നുണ്ട്. സാമൂതിരിമാരുടെയും കോവിലകങ്ങളുടെയും നാടായ കോഴിക്കോടിന്റെ ഇന്നത്തെ പ്രശസ്തി കൽപ്പവൃക്ഷമായ തെങ്ങ് തന്നെ. കേരളത്തിന്റെ നന്മമരമായ തെങ്ങിന്റെ നാട് തന്നെ ഇത്തവണ കർഷക അവാർഡ് ദാനത്തിനായി സർക്കാർ തിരഞ്ഞെടുത്തതും യാദൃശ്ചികമല്ല. മലയാളം ആണ്ട് പിറക്കുന്ന ചിങ്ങ-1 ഇത്തവണ ഓഗസ്റ്റ് 17-നായിരുന്നു. എന്നാൽ കേരളത്തിലെവിടെയും മണ്ണിന്റെ മക്കളായ കർഷകരുടെ ഉത്സവം ചിങ്ങ-1-നായതിനാൽ ആ ആഘോഷങ്ങൾക്ക് ഭംഗം വരാതെ പൊൻതിളക്കങ്ങൾ നേടിയ കർഷകരെ ആദരിക്കുവാൻ ചിങ്ങ-1-ന്റെ തലേന്നായ ഓഗസ്റ്റ് 16 തിരഞ്ഞെടുക്കപ്പെട്ടു. ആതിഥേയർ കോഴിക്കോട് ജില്ല, സ്ഥലം മറൈൻ ഗ്രൗണ്ട്. വിപുലമായ സംഘാടക ക്രമീകരണങ്ങൾ സംഘടിപ്പിച്ചത് 80 അടിയോളം സദസ്സിൽ സജ്ജമാക്കിയ കസേരകൾ, നഗരത്തിന്റെ എല്ലാ കോണിലും ചടങ്ങുകളുടെ പ്രചാരണ ബോർഡുകളും ബാനറുകളും, ഓഗസ്റ്റ് 16 മുതൽ 19 വരെ നീളുന്ന വിവിധ ആഘോഷ സെമിനാറുകൾ. പതിനാറിന് രാവിലെ മുതൽ നഗരത്തിലേക്ക് കർഷകരുടെ പ്രവാഹമായിരുന്നു. ഉച്ചയ്ക്ക് 2-ഓടെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ആരംഭിച്ച് പ്രധാന വേദിയായ മറൈൻ ഗ്രൗണ്ടിലേക്ക് എത്തുന്ന ഘോഷയാത്ര നീങ്ങിത്തുടങ്ങി. നഗരത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച റോളർ സ്കേറ്റിംഗ് മാർച്ചായിരുന്നു മുന്നിൽ. താലപ്പൊലിയും പയറ്റുമൊക്കെ അതിന് അകമ്പടി സേവിച്ചു. കേരളത്തിന്റെ കാർഷിക സമൃദ്ധിയുടെ ചിത്രം വരച്ചുകാട്ടുന്ന വിളംബര ഘോഷയാത്ര കോഴിക്കോട് നഗരവീഥികളെ അക്ഷരാർത്ഥത്തിൽ പുളകം കൊള്ളിച്ചു. വീഥിക്ക് ഇരുപുറവുമായി നിന്ന കോഴിക്കോട് പൗരാവലിയെ ത്രസിപ്പിച്ച യാത്ര ഗ്രൗണ്ടിലെത്തിയപ്പോഴേക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വേദിയിലെത്തി. മന്ത്രി ശ്രീ KP മോഹനന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം ആരംഭിച്ചു. നമുക്ക് ആഹരിക്കാനുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും ഇന്ന് ഗതികൊണ്ടിരിക്കുന്നത് പച്ച, അതുപോലെ തന്നെ അത് ജൈവ കറികളും മറ്റു മാത്രം നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. പ്രിയപ്പെട്ട കൊച്ചു കുട്ടികളാണ്. കുട്ടികൾക്ക് കഴിഞ്ഞതിൻ്റെ 2012 വർഷത്തിൽ 54 ലക്ഷം വിദ്യാർത്ഥികളുടെ കൈകളിൽ വിത്ത് വലിയൊരു നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഗതം ആശംസിച്ചു. സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും രക്ഷ.
കേരളത്തിൽ കാർഷിക മേഖലയ്ക്കു തന്നെയാണ്. കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ് നമ്മൾ. കേരളം തളരും. പ്രാധാന്യം കൊടുത്തുകൊണ്ട് കർഷകരെ പ്രത്യേകമായി സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആണ് സംസ്ഥാന ഗവൺമെൻറ് എന്നും